stanzയും ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്. പോയതിന്റെ പേര് ഡെത്ത് ദ ലെവല്, എഴുതിയേക്കുന്നത് ജെയിംസ് ഷേർലി. 2 സ്റ്റാൻസയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത്. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. കുടുംബ മാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും ആർ ഷാഡോസ്, വെറും നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. They will never, they are not at all substantial. They are not at all eternal. അവയൊന്നും everlasting അല്ല. There is no armor against fate. വിധിക്കെതിരായിട്ട് ഒരു പടച്ചട്ടയുമില്ല. Death lays his icy hand on kings. മരണം അതിന്റെ തണുത്ത കൈ, വികാരമില്ലാത്ത കൈ, ആ തണുത്ത കൈ എടുത്ത് വെക്കുന്നു. ആ കൈ എന്താണ്? ആ കൈയുടെ പ്രത്യേകത? ഒരിക്കലും ഒരു വ്യത്യാസവും കാണിക്കത്തില്ല. കൈ. സെപ്റ്റർ ആൻഡ് ക്രൗൺ, ചെങ്കോലും കിരീടവും, മസ്റ്റ് ടംബിൾ ഡൗൺ, താഴെ വീഴുന്നു. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്, അത് മണ്ണിൽ ഒന്നാകുന്നു. വിത്ത് എ പുവർ ക്രൂക്ഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്, ആ പാവം വളഞ്ഞിരിക്കുന്ന അരിവാളും മൺവെട്ടിയും പോലെ അതൊന്നാവുന്നത് പോലെ. എന്ന് വെച്ചാൽ അർത്ഥം, എങ്ങനെയാണോ കർഷകർ മരിക്കുന്നത് അതേപോലെ തന്നെയാണ് രാജാവും മരിക്കുന്നത്. മരണം ഇവരെ തമ്മിൽ ഒരു വ്യത്യാസവും വരുത്താറില്ല. Death makes no distinction between the king and the ordinary people. Death is alike for one and all. Irrespective of family, irrespective of status, death conquers all. The mighty power of death is described in golden terms. Second stanza പറഞ്ഞത്, some men with the swords may reap the field and plant fresh laurels where they kill. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്യാറുണ്ട്? സോഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. അവർ കൊയ്യുന്നത് വാളുപയോഗിച്ചാണ്. തലകൾ കൊയ്തെടുക്കുന്നു, മറ്റുള്ളവരെ കീഴടക്കുന്നു. അവിടെയാകട്ടെ പ്ലാന്റ് ഫ്രഷ് ലോറൽസ്, പുതിയ ലോറൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രശസ്തിയുടെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു രാജാവിനെ കീഴടക്കുന്നു, ആധിപത്യം സ്ഥാപിക്കുന്നു, അവിടുത്തെ രാജാവായിട്ട് മാറുന്നു, അവിടെ പ്രശസ്തനാകുന്നു. But their strongness at last, പക്ഷെ ഇത്തരക്കാരുടെ ശക്തമായ ശിലകളും must yield, കീഴടങ്ങിയേ പറ്റൂ. They tame but one another still, അവർ ഇപ്പോഴും പരസ്പരം മെരിക്കുന്നതേ ഉള്ളൂ. Early or late, ഇപ്പോ അല്ലെങ്കിൽ പിന്നെ. They stoop to fate, അവർ മരണത്തിന് കീഴടങ്ങുകയാണ്. And must give up their murmuring breaths, അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും അവരുടെ murmuring breaths, ഈ ശ്വാസം, ഇവിടുത്തെ ക്ഷണികമായിട്ടുള്ള ജീവിതം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. And they pale captives, the poet calls them pale captives, വിളറി വെളുത്ത അടിമകൾ, മരണത്തിന്റെ മുമ്പിലുള്ള അടിമകൾ. Creeps to death, ഇഴഞ്ഞിഴഞ്ഞ് അവർ മരണത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. Death the level, 2 stanza ഓർമ്മയുണ്ടല്ലോ. It is a funeral song, or in the form of a funeral song. It is about the mighty power of death. And now the 3rd stanza. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar, now see where the victim bleeds. Your heads must come to the cold tomb. Only the actions of the just smell sweet and blossom in their dust. The garlands wither on your brow. The garland എന്ന് പറഞ്ഞാൽ എന്താ? പൂമാല. പൂമാല സിംബലാണ്. എന്തിന്റെ സിംബലാണ്? വിജയത്തിന്റെ പ്രതീകമാണ് പൂമാല. The garlands wither on your brow, പൂമാല എന്ത് ചെയ്യുന്നു? വിതർ, കൊഴിഞ്ഞു പോകുന്നു. Wither on your brow, അപ്പോഴേ നിങ്ങളുടെ ബ്രോ എന്ന് വെച്ചാൽ അർത്ഥം പുരികം. ബ്രോ പുരികം.
അപ്പോൾ വിതർ ഓൺ യുവർ ബ്രോ, ഇവിടെ ബ്രോ എന്ന് പറയുമ്പോൾ പൂമാല പുരുകത്തല്ലല്ലോ വയ്ക്കുന്നത്, കഴുത്തിലിടുന്ന മാല. ബ്രോ സ്റ്റാൻഡ്സ് ഫോർ ദിസ്. അപ്പോഴ് ദ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല, വിജയത്തിന്റെ പ്രതീകമായി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൂമാലകൾ. പണ്ട് രാജാവും മറ്റുമൊക്കെ രാജ്യങ്ങളൊക്കെ കീഴടക്കി അല്ലെങ്കിൽ വിജയശ്രീ ലാളിതനായിട്ട് വരുന്നവരെ മാലയിട്ട് സ്വീകരിക്കും, പൂമാലയിട്ട്. അപ്പോഴിവിടെ ദ ഗാർലൻസ്, നിങ്ങൾ ഇത്രയും രാജ്യങ്ങൾ കീഴടക്കിയിട്ട് വന്ന വ്യക്തിയാണല്ലോ, അപ്പോഴത്രയും രാജ്യങ്ങളൊക്കെ കീഴടക്കി വിജയശ്രീ ലാളിതനായിട്ട് വന്ന് നിങ്ങൾക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. ആ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ, കൊഴിഞ്ഞു പോകുന്നില്ലേ? വിതർ ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ ബ്രോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല വാടിപ്പോകുന്നില്ലേ? വിതർ ചെയ്യുന്നില്ലേ? then boast no more your mighty deeds. then boast പൊങ്ങച്ചം. boast no more, പൊങ്ങച്ചം പറയരുത്, യുവർ mighty deeds, നിങ്ങളുടെ ശക്തമായിട്ടുള്ള പ്രവർത്തികളെ പറ്റി. ഞാൻ രാജ്യം കീഴടക്കിയിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ ഇന്നയാളിനെ കൊന്നിട്ട് വന്നിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ വന്നിട്ട് വിജയം പ്രകടിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വിജയിച്ച് വന്നിട്ട് മാലകൾ സ്വീകരിക്കുന്നു. ഈ മാല പക്ഷേ എന്താണ്? അത് വാടിപ്പോകും. വിജയത്തിന്റെ പ്രതീകങ്ങളായിട്ട് നമുക്ക് കിട്ടുന്നതെല്ലാം നൈമിഷികമാണ്, ക്ഷണികമാണ്. അപ്പോഴും വിജയത്തിന്റെ പ്രതീകമായിട്ട് നമുക്ക് കിട്ടിയ പൂമാല എത്ര നേരം വാടാതിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദ ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ, ആ പൂമാല മൊത്തം വാടിപ്പോകുന്നില്ലേ? then boast no more your mighty deeds. പിന്നെ എന്തിനാണ് ഈ പൊങ്ങച്ചം പറയുന്നത് നിങ്ങളുടെ വലിയ പ്രവർത്തികളെ പറ്റി? ഡീഡ്സ്, ആക്ട്സ്, പ്രവർത്തികൾ. അപ്പോഴ് വിജയത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാല അല്ലെങ്കിൽ എന്തായാലും വിജയത്തിന്റെ പ്രതീകമായിട്ട് കിട്ടുന്ന ബൊക്കെ ആയാലും മാലയായാലും ഒക്കെ തന്നെ വാടിപ്പോകുന്നു. പിന്നെ എന്തിനാണ് പൊങ്ങച്ചം പറയുന്നത്? ഈ വിജയം എത്ര കാലം നിൽക്കും? അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ അൾട്ടാർ നൗ, അപ്പോൾ ഡെത്ത്സ് മരണത്തെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. മരണത്തിന്റെ പർപ്പിൾ മെയ്ഡ് റെഡ്. അൾത്താര ബലിപീഠം, അൾത്താര അല്ലെങ്കിൽ ബലിപീഠത്തിൽ. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടാർ നൗ. പണ്ടൊക്കെ ബലിപീഠങ്ങൾ പ്രശസ്തമായിരുന്നു, എല്ലായിടത്തും ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ നരബലി, മനുഷ്യനെ തന്നെ ബലി കൊടുക്കുമായിരുന്നു. പിന്നെ മൃഗങ്ങളെ ബലി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നെ കുമ്പളങ്ങ ബലി കൊടുക്കുക, അങ്ങനെ ബലി കൊടുക്കുക. അതായത് പണ്ടത്തെ ബലി കൊടുപ്പ് മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെയാണ്. അപ്പോഴങ്ങനെ ബലി കൊടുക്കും. ഇപ്പൊ രാജാവ് ഒരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു യാത്ര പോകുന്നു. ഈ സമയത്ത് മൃഗങ്ങളെ ബലി കൊടുക്കും. മനുഷ്യരെ ബലി കൊടുക്കുമായിരുന്നു പണ്ട്, അത് കഴിഞ്ഞ് മൃഗങ്ങളെ ബലി കൊടുക്കും. ഇപ്പോ ജൂലിയസ് സീസർ തന്നെ റെഫറൻസ് കാണാമല്ലോ നിങ്ങൾക്ക്. ജൂലിയസ് സീസർ ഇറങ്ങാൻ പോകുന്നു. ഈ സമയത്ത് ഒരു പശുക്കുട്ടിയെ ബലി കൊടുക്കുന്നതായിട്ട്, ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നതായിട്ട്, ആ മൃഗത്തിന് ഹൃദയമില്ലായിരുന്നു എന്ന് പിന്നെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോഴതുപോലെ ബലി കൊടുക്കും. അങ്ങനെ ബലി കൊടുക്കപ്പെട്ട് ചുവന്ന് കിടക്കുന്ന കല്ലുകൾ. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടാർ നൗ, ഈ മരണത്തിന്റെ ബലിപീഠത്തിൽ. സീ വെയർ ദ വിക്ടിം ബ്ലീഡ്സ്. ഇവിടെ നിങ്ങൾ എന്ത് നോക്കുക? മരണത്തിന്റെ ബലിപീഠത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വിക്ടിം, വിജയ്, വിക്ടിം ഇരയാകുന്ന വ്യക്തി. വിക്ടറും വിക്ടിമും ബ്ലീഡ്സ്, രക്തമൊലിപ്പിക്കുകയാണ്. രണ്ടു പേരുടെയും രക്തം അവിടെ വീഴുകയാണ്. അപ്പോഴാ മരണത്തിന്റെ അൾത്താരയിൽ വിജയ് എന്നോ പരാജിതനെന്നോ വ്യത്യാസമില്ല. ഇന്ന് പരാജിതന്റെ രക്തം അവിടെ വീഴുമ്പോൾ നാളെ വിജയിയുടെ രക്തം വീഴുകയായി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഇന്ന് പരാജിതൻ മരണപ്പെട്ടു, നാളെ വിജയിച്ചയാളും മരണപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ വിജയിച്ചയാളാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മരിക്കാതിരിക്കാൻ പറ്റുകയില്ല. എത്ര പേരെ കൊന്നാലും ഇറ്റ് ഈസ് നോട്ട് എ ലൈസൻസ് ടു കീപ്പ് അവേ ഫ്രം ഡെത്ത്. നിങ്ങൾ എത്ര പേരെ കൊന്നാലും അത് ലൈസൻസ് അല്ല. എന്തിന് ലൈസൻസ് അല്ല? മരണത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള ലൈസൻസ് അല്ല. ഒരുപാട് ആൾക്കാരെ കൊന്നാൽ എനിക്ക് എന്നും ജീവിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോഴേ where the victim bleeds, your heads must come to the cold tomb. Your heads must come to the cold tomb. നിങ്ങളുടെ തലയും, യുവർ ഹെഡ്സ്, നിങ്ങളും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആ തണുത്ത ശവകുടീരങ്ങളിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങളും യുവർ ഹെഡ്സ്, നിങ്ങളുടെ തല മാത്രമല്ലല്ലോ വരുന്നത്. അപ്പോൾ പാർട്ട് റെപ്രസെന്റിങ് ഹോൾ, നേരത്തെ പോലെ മീറ്റോനിമി എന്ന അലങ്കാരം. അപ്പോഴും നിങ്ങളുടെ തലയും മരണമെന്ന് പറഞ്ഞാൽ എന്തർത്ഥം?
നിങ്ങൾ വരണം. അപ്പോൾ പാർട്ട് റെപ്രസെന്റിങ് ഹോൾ. ഇപ്പൊ തല എണ്ണാനായിട്ട് സ്കൂളിൽ വരുന്നു എന്ന് പറയുന്നു, തലകൾ എണ്ണുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികളെ എണ്ണുന്നു, കുട്ടികൾ എത്ര പേരുണ്ടാകുന്നു നോക്കുന്നു എന്നല്ലേ. മീറ്റോനിമി എന്ന അലങ്കാരം. ദ കോൾഡ് ടൂംബ്. അപ്പോഴും നിങ്ങളുടെ തലകളും നിങ്ങളും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആ തണുത്ത ശവകുടീരങ്ങളിലേക്ക് വന്നേ പറ്റുള്ളൂ. എന്നുവെച്ചാൽ നോ വൺ ക്യാൻ എസ്കേപ്പ് ഡെത്ത്. ഒരു വ്യക്തിക്കും ലോകത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനേ പറ്റുകയില്ല. Now the last two lines are very important. Only the actions of the just smell sweet and blossom in the dust, in their dust. Only the actions of the just. Only the actions of the just. അപ്പോഴും നീതിക്ക് നിരക്കുന്ന പ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ മാത്രം. അപ്പോൾ only the actions of the just, ആ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതായത് നല്ല പ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ. only the actions of the just smell sweet, അത് സുഗന്ധം വമിപ്പിക്കും. smell sweet and blossom in their dust, ആ മണ്ണിൽ അത് പൂവണി, ആ മണ്ണിൽ അത് വിരിഞ്ഞു വരും. blossom in the dust. അപ്പോൾ ബാക്കിയെല്ലാം മണ്ണായിട്ട് മാറുമ്പോൾ ഇത് മാത്രമേ നല്ല രീതിയിൽ പുഷ്പിക്കുകയുള്ളൂ. ഇമേജസ് എന്നൊക്കെ അറിയാലോ. അതായത് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ അടക്കം ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും പൂ പിടിക്കുന്ന ചെടികളോ അല്ലെങ്കിൽ കായ്ക്കുന്ന ചെടികളോ ഒക്കെ തന്നെ മരങ്ങളോ ഒക്കെ തന്നെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ മരണപ്പെട്ട വ്യക്തി നല്ല വ്യക്തിയായിരുന്നിരുന്നു എങ്കിൽ അയാളെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ചെടിയിൽ നിന്ന് ഏറ്റവും സുഗന്ധം വമിപ്പിക്കുന്ന പൂക്കൾ ഉണ്ടാവും എന്നൊക്കെയാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തെങ്ങൊക്കെ ഇപ്പം വെച്ച് പിടിപ്പിക്കും. ഇപ്പോഴും മരിച്ചു കിടക്കുന്ന വ്യക്തി ഏറ്റവും നല്ല വ്യക്തിയാണെങ്കിൽ ആ തെങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് നല്ല തേങ്ങകളൊക്കെ പിടിക്കുമെന്നൊക്കെയായിരുന്നു വിശ്വാസം. അപ്പോഴേ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലൂസം ഇൻ ദ ഡസ്റ്റ്. അപ്പോൾ ആ ഇമേജറിയാണ് കീപ്പപ്പ് ചെയ്യുന്നത്. അപ്പോഴ് ഇവിടെ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി, നിഷ്കാമ കർമ്മം ചെയ്യുന്ന വ്യക്തി, ഫലമിച്ഛിക്കാതെ പ്രവർത്തി ചെയ്യുന്ന വ്യക്തി. അപ്പോൾ ദോസ് ഹു ഡു നിഷ്കാമ കർമ്മ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നല്ല പ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തി, അവരുടെ പ്രവർത്തികൾ, ആ പ്രവർത്തികൾ സ്മെൽ സ്വീറ്റ്, സുഗന്ധം വമിപ്പിക്കും. അതുപോലെ തന്നെ പണ്ട് വിശ്വസിച്ചിരുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ അടക്കം ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്ന് വരുന്നത് സുഗന്ധമായിരിക്കും. കൊള്ളാത്ത വ്യക്തികളെയാണെങ്കിൽ അവരെ കത്തിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്നത് ദുർഗന്ധമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അപ്പോൾ പൂവണി, സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ മാത്രമാണ് ഓർക്കപ്പെടുക. അപ്പോൾ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്ന ട്രാൻസിറ്റ് അറിയാം, ക്ഷണികമാണ്. മാൻ ഈസ് മോർട്ടൽ, മനുഷ്യൻ നശ്വരമാണ്. മാൻ ഈസ് എർത്ത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് മണ്ണാണ്. ദ വാട്ട് ഡെത്ത് ആൻഡ് മസ്റ്റ് റിട്ടേൺ ടു ഡെത്ത്. മരണത്തിൽ, അതായത് മണ്ണിലേക്ക് തിരിച്ചു വരികയും വേണം. അപ്പോഴും മനുഷ്യൻ വെറും മണ്ണാണ്. മനുഷ്യന്റെ ലൈഫ് എന്ന് പറയുന്ന ട്രാൻസിറ്ററിയാണ്, ക്ഷണികമാണ്, ക്ഷണികമായ ജീവിതമാണ്. അപ്പോൾ കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ല. അപ്പോഴതുപോലെ നമുക്ക് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ക്ഷണികമാണ്, ട്രാൻസിറ്ററിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ഷണിക ജീവിതത്തിൽ എന്ന് മാത്രമാണ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്? ഗുഡ് ഡീഡ്സ്, സൽക്കർമ്മങ്ങൾ. അപ്പോൾ ഗുഡ് ഡീഡ്സ്, നല്ല പ്രവർത്തികൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക. ചില നല്ല പ്രവർത്തികളുണ്ടല്ലോ, ബെസ്റ്റ് ആക്ട്സ്, നല്ല പ്രവർത്തികൾ. ആ പ്രവർത്തികൾ കൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഗുണമുണ്ടാവും, പാവപ്പെട്ടവർക്കൊക്കെ ഗുണമുണ്ടാവും, ആ ദോഷം ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള ചെറിയ പ്രവർത്തികൾ, നല്ല പ്രവർത്തികൾ, നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ മറന്നു പോകേണ്ട പ്രവർത്തികൾ, ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന പ്രവർത്തികൾ, ഈ സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും ഇവിടെ നിലനിൽക്കുക. ബാക്കിയെല്ലാം ആയിരിക്കും. ഈ ഭൗതിക ശരീരത്തിന് ഒരു പ്രാധാന്യവും ഇല്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എത്രമാത്രം സൗന്ദര്യം ഉണ്ടാക്കി വെച്ചാലും, എത്രമാത്രം ധനം ഉണ്ടാക്കി വെച്ചാലും, അതുപോലുള്ള എന്തൊക്കെ ഉണ്ടാക്കിയാലും, കുടുംബമാഹാത്മ്യം ഉണ്ടെങ്കിലും, ആ സ്ഥാനമാനങ്ങൾ എത്രയൊക്കെ നേടിയെടുത്താലും ഇതൊന്നും മരണത്തിന്റെ മുമ്പിൽ നിലനിൽക്കുകയില്ല. ഇതെല്ലാം ഹെൽപ്ലെസ് ആണ് മരണത്തിന്റെ മുമ്പിൽ. തേർഡ് സ്റ്റാൻസ ഒന്നുകൂടെ നോക്കി. The garlands wither on your brow, then
boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb. Only the actions of the just smell sweet and blossom in their dust. എന്താണ് പറഞ്ഞത് എപ്പോഴേ? ദ ഗാർലൻസ്, ആ പൂമാലകൾ. വിതർ ഓൺ യുവർ ബ്രോ, നിങ്ങളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പൂമാലകൾ വാടിപ്പോയില്ലേ? വിജയത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാലകൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ? അത് വാടിപ്പോകുന്നില്ലേ? വിജയത്തിന്റെ പ്രതീകങ്ങളായിട്ട് കിട്ടുന്നത് നിലനിൽക്കുകയില്ല. അത് ലാസ്റ്റിംഗ് ഒന്നുമല്ല, നിലനിൽക്കത്തില്ല. അപ്പോഴും നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അനുമോദന യോഗങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിരിക്കും. വിജയത്തിന്റെ പ്രതീകമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ പലർക്കും കിട്ടിക്കാണും. ചിലപ്പോൾ കിട്ടുന്ന അനുമോദന യോഗങ്ങൾ, അപ്പോഴും ഈ കുട്ടി ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, ഈ സ്കൂളിലെ ഏറ്റവും നല്ല കുട്ടിയാണ്, ഫുൾ A+ വാങ്ങിയിരിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുമോദിക്കുന്നത് കാണാം. നമ്മളൊന്നും ഒരിക്കലും മറക്കാത്ത കുട്ടിയാണിത് എന്നൊക്കെ പറയും. അടുത്ത വർഷം ഇതേ സമയം നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ ഇതുപോലൊരു മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ഇതേ സെന്റൻസുകൾ കേൾക്കാം. ഈ സ്കൂളിലെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ് ഈ നിൽക്കുന്നത്. അപ്പോഴും നേരത്തെ ഇത് കേട്ട കുട്ടി, ആ കുട്ടിയുടെ മാഹാത്മ്യം പോയി കഴിഞ്ഞു. ഇതൊന്നും ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ നേടിയെടുത്താലും അതൊന്നും ലാസ്റ്റിംഗ് അല്ല. ആ ഗാർലൻസ്, നമുക്ക് വിജയത്തിന്റെ പ്രതീകമായി കിട്ടിയ സാധനങ്ങൾ, വിതർ എല്ലാം കൊഴിഞ്ഞു പോകും. Wither on your brow, then boast no more your mighty deeds. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നത്? നിങ്ങളുടെ മൈറ്റി ഡീഡ്സ്, ആ വലിയ പ്രവർത്തികളെ പറ്റി പൊങ്ങച്ചം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബോസ്റ്റ് നോ മോർ യുവർ മൈറ്റി ഡീഡ്സ്. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടാർ, ആ മരണത്തിന്റെ ബലിപീഠത്തിൽ. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടാർ, ആ മെയ്ഡ് റെഡ് പർപ്പിളായി, അതായത് ചുവന്ന് കിടക്കുന്ന ആ ബലിപീഠത്തിൽ. അപ്പോൾ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടാർ നൗ, സീ വെയർ ദ victim bleeds. ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? വിജയിയും പരാജിതനും ഒരേപോലെ ബ്ലീഡ്സ്, രക്തമൊലിക്കുന്നു. ചിലർത്ഥം മരണപ്പെടുന്നു. വിജയിയും മരിക്കുന്നു, അതോടൊപ്പം പരാജിതനും മരിക്കുന്നു. അതായത് ആ മരണത്തിന്റെ ബലിപീഠത്തിൽ അപ്പോൾ ശത്രുരാജ്യത്ത് നിന്ന് രാജാവിനെ പിടിച്ചുകൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെ പിടിച്ചുകൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടെ ബലിപീഠത്തിൽ വെട്ടിക്കൊല്ലുന്നു, കുരുതി കൊടുക്കുന്നു. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ രാജാവിന്റെ അവസ്ഥ എന്താണ്? മരണത്തിന്റെ ബലിപീഠത്തിൽ ഇല്ലാതാവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വിജയിയും പരാജയനും തമ്മിൽ വ്യത്യാസമില്ല, വിക്ടറും വിക്ടിമും തമ്മിൽ വ്യത്യാസമില്ല. See where the victim bleeds. Your heads must come to the cold tomb. ഇനി നിങ്ങളുടെ തലകളും ആരും എന്ത് ചെയ്തേ പറ്റുള്ളൂ? തണുത്ത ശവകുടീരത്തിലേക്ക് എത്തിയല്ലേ പറ്റുള്ളൂ. കോൾഡ് ടൂം, only the actions of the just. പക്ഷേ കവി പറയുന്നു പ്രവർത്തികൾ. എന്ത് പ്രവർത്തികളാണ്? ജസ്റ്റ്, നീതിക്ക് നിരക്കുന്ന പ്രവർത്തികൾ, നിഷ്കാമ കർമ്മ ഓർ നോബിൾ ആക്ട്സ്, ഉദാത്ത പ്രവർത്തികൾ, ഗുഡ് ഡീഡ്സ്, നല്ല പ്രവർത്തികൾ. നോബിൾ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ്, അത് സുഗന്ധം വമിപ്പിക്കുന്നു. ആൻഡ് ബ്ലോസം ഇൻ ദെയർ ഡസ്റ്റ്, ഈ മണ്ണിൽ അത് പൂവണിയുകയും ചെയ്യുന്നു. ബ്ലോസം ഇൻ ദ ഡസ്റ്റ്, ഈ മണ്ണിൽ അത് പൂവണി. അപ്പോഴ് ലാസ്റ്റ് ലൈൻസ് 2 ലൈൻസ് ആണ്. ലാസ്റ്റ് 2 ലൈൻസ് എന്ത് പറയുന്നു? ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് നോബിൾ ഡീഡ്സ്, ഉദാത്തമായ പ്രവർത്തികൾ. വിൽ ലാസ്റ്റ്, ഇത് മാത്രമാണ്. ഗുഡ് ഡീഡ്സ് അല്ലെങ്കിൽ നോബിൾ ഡീഡ്സ്, ഇത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വിൽ ലാസ്റ്റ് ഫോർ എവർ, എന്നേക്കും നിലനിൽക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന സൗന്ദര്യവും നമ്മളുടെ പണവും ഒന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ആകെ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് ആ പോയം. അതായത് മരണത്തിന്റെ ശക്തിയെ പറ്റി പറഞ്ഞു. മരണത്തിന്റെ മുമ്പിൽ ഒന്നിനും നിലനിൽപ്പില്ല. നമുക്കിവിടെ ഒരു ബ്രീഫ് ലൈഫ് സ്പാൻ ഉണ്ട്. കുറച്ച് കാലഘട്ടം ഇവിടെ നിന്ന് ജീവിക്കണം, കുറച്ച് കാലഘട്ടം നമുക്ക് ജീവിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുക, അത് മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ ഈ കിട്ടിയ കാലഘട്ടം കൊണ്ട് സൗന്ദര്യം കൂട്ടാനോ പണം കൂട്ടാനോ ധനം കൂട്ടിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാനോ ശ്രമിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇതാണ് പോയത്തിന്റെ കാഴ്ച.
ഒന്നും കൂടെ മൊത്തം പറയാം. ഇപ്പോഴും ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തത് ഡീഡ്സ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. പ്രവർത്തികളാണ് കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നത് വാക്കുകളെക്കാൾ. വാക്കുകൾ കൊണ്ട് ആരെയും നേരെയാക്കാൻ പറ്റിയില്ല, പ്രവർത്തി കൊണ്ടേ പറ്റുള്ളൂ. ഗുഡ് ഡീഡ്സ് വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ. നല്ല പ്രവർത്തികൾ എന്നും ഓർക്കപ്പെടും. ഹിയർ ഈസ് എ പോം which tells us about the glory of deeds. ഈ പോം എന്തിനെ പറ്റിയാണ്? which tells us about the glory of deeds. ആ മാഹാത്മ്യത്തെ പറ്റിയാണ്, പ്രവൃത്തിയുടെ മാഹാത്മ്യത്തെ പറ്റിയാണ് പറയുന്നത്. എഴുതിയിരിക്കുന്നത് ജെയിംസ് ഷേർലിയാണ്. ഒരു ഫ്യൂണറൽ സോങ് പോലെയാണ് എഴുതിയിരിക്കുന്നത്. ഫ്യൂണറൽ സോങ് പോലെയാണ്. ഡെത്ത് ദ ലെവലർ എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. ഡെത്ത് ലെവൽസ് വൺ ആൻഡ് ഓൾ. എല്ലാത്തിനെയും നിരപ്പാക്കുന്ന ഒന്ന് ഡെത്ത്. ഇപ്പം ഇങ്ങനെ പോകുന്നു. The glories of our blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on kings. Sceptre and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. Some men with the swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate, and must give up their murmuring breaths when they, pale captives, creep to death. The garlands wither on your brow, then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Your heads must come to the cold tomb. Only the actions of the just smell sweet and blossom in their dust. ഇത്രയേ ഉള്ളൂ പോയം എന്ന് പറയുന്നത്. അപ്പോഴ് only 24 lines are there. വെറും 24 വരികൾ മാത്രമേ ഉള്ളൂ. അറേഞ്ച്ഡ് ഇൻ 3 equal stanzas. ഇത് ഈക്വൽ സ്റ്റാൻസാസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കാൻ 8 വരി വീതമുള്ള 8 ലൈൻ്റെ സ്റ്റാൻസാസ് ആണ്. ആൻഡ് ദ റൈം സ്കീം ഓഫ് ദ പോയം ഈസ്, ഈ പോയത്തിന്റെ റൈം സ്കീം ABCC-DD. പിന്നെ ഒരുപാട് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റഫർ കൂടുതലായിട്ട് ഉപയോഗിച്ചു. പേഴ്സോണിഫിക്കേഷൻ, മീറ്റോനിമി, ഓക്സിമോറോൺ ഇതുപോലുള്ള അലങ്കാരങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മീനിങ് ഒന്നുകൂടെ നോക്കാം, എന്നിട്ട് ഒരുപാട് പ്രാവശ്യം വായിച്ചു നോക്കണം. The glories of our blood and state are shadows. കുടുംബ മാഹാത്മ്യങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ വെറും നിഴലുകളാണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അവയൊന്നും ലാസ്റ്റിംഗ് അല്ല, എറ്റേണൽ അല്ല. ഡെത്ത് ലൈസ് ഈസ് icy hand on kings. മരണമാകുന്ന വ്യക്തി, പേഴ്സോണിഫിക്കേഷൻ, മരണമാകുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു? രാജാവിന്റെ തോളിൽ കൈയെടുത്തു വെക്കുന്നു. Sceptre and crown must tumble down. ചെങ്കോലും കിരീടവും ദാ വീഴുന്നു. And in the dust be equal made. അത് മണ്ണിൽ ഒന്നാകുന്നു. ഏതുപോലെ? with the poor crooked scythe and spade. ആ പാവം അരിവാളും അതുപോലെ മൺവെട്ടിയും മണ്ണിൽ ഒന്നാവുന്നത് പോലെ. കർഷകൻ എങ്ങനെയാണോ മണ്ണിൽ വീഴുന്നത്, അതുപോലെ തന്നെ ആഡംബരത്തിന്റെ പര്യായത്തിൽ ജീവിക്കുന്ന പവറും ഗ്ലോറിയും ഉള്ള രാജാവും അതേപോലെ തന്നെ. Some men with the swords may reap the field. ചിലര് പാടം കൊയ്യാൻ വാളാണ് ഉപയോഗിക്കുന്നത്. തല കൊയ്ത് പ്രശസ്തരാകുന്നു. And plant fresh laurels where they kill. എവിടെയൊക്കെയാണോ അവർ പ്രശസ്തരാകുന്നത് അവിടെയൊക്കെ പ്രശസ്തിയുടെ ചെടി, അതായത് എവിടെയൊക്കെയാണോ അവർ കൊന്നെടുക്കുന്നത് അവിടെയൊക്കെ പ്രശസ്തിയുടെ ചെടി നട്ടുപിടിപ്പിക്കുന്നു. പട്ടാളക്കാരെ കൊല്ലുന്നു, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? ഞാനാണ് വലിയ രാജാവ് എന്ന് പ്രഖ്യാപിക്കുന്നു. ബട്ട് their strong nerves at last must yield. പക്ഷെ അവരുടെ ശക്തമായ സിരകളും കീഴടങ്ങിയേ പറ്റുള്ളൂ. They tame but one another still. അവർ പരസ്പരം മെരുക്കുന്നുണ്ട്. Early or late they stoop to fate. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവർ മരണത്തിന് കീഴടങ്ങുന്നു. And must give up their murmuring breaths. അവരുടെ ആ പെറുപെറുക്കുന്ന ആ ശ്വാസം, അതായത് ജീവിതം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. When they, pale captives, creep to death. ഇവരാരാണ് സത്യത്തിൽ? pale captives, വെറും വിളറി വെളുത്ത അടിമകളെ പോലെ. മരണത്തിന്റെ മുമ്പിൽ ഇവർക്ക് ഒരു സ്ഥാനവുമില്ല. The garlands wither on your brow. കവി പറയുന്നു, വിജയത്തിന്റെ പ്രതീകമായി നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന പൂമാലകൾ കൊഴിഞ്ഞു പോകുന്നില്ലേ, വാടിപ്പോകുന്നില്ലേ, വിതർ ചെയ്യുന്നില്ലേ? Then boast no more your mighty deeds. എന്തിനാണ് നിങ്ങളുടെ പ്രവൃത്തികളെ പറ്റി നിങ്ങൾ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അപ്പോൾ death's purple altar now. ആ മരണത്തിന്റെ
ചുവന്ന അൽത്താരയിൽ ബലിപീഠത്തിൽ സി വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. ഇന്നലെ അവിടെ പരാജിതനാണ് മരിച്ചതെങ്കിൽ ഇന്ന് വിജയിയാണ് മരിച്ചു വീഴുന്നത്. ഇന്നലെ പരാജിതന്റെ രക്തമാണ് ആ ബലിപീഠത്തിൽ വീണതെങ്കിൽ ഇന്ന് ആ ബലിപീഠത്തിൽ ആരുടെ രക്തം വീഴുന്നു? വിജയിച്ച വ്യക്തിയുടേത്. സി വേർ ദ വിക്ടർ വിക്ടിം ബ്ലീഡ്സ്. യുവർ ഹെഡ്സ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂം. നിങ്ങളുടെ തലയും എന്ത് ചെയ്തേ പറ്റുള്ളൂ? ആ തണുത്ത ശവകുടീരത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. Only the actions of the just, സൽക്കർമ്മങ്ങൾ, actions of the just smell sweet, സുഗന്ധം വമിപ്പിക്കും, and blossom in their dust, അവിടെ ആ മണ്ണിൽ പൂവണിയുകയും ചെയ്യും. blossom in their dust. നല്ലോണം 2 പ്രാവശ്യം വായിച്ചു നോക്കണം.